ഹലോ ഗൈസ്, നമ്മൾ ഇവിടെ എത്തിട്ടോ. ന്യൂയോർക്ക്. ഇത് ന്യൂയോർക്കിൻ്റെ ഒരു അടുത്തുള്ള എയർപോർട്ടാണ്, ന്യൂയോർക്ക് എയർപോർട്ട് എന്ന് പറയും. NEWARK, ലിബർട്ടി എയർപോർട്ട്. ഇത് ന്യൂജേഴ്സിയിലാണ് എയർപോർട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് എനിക്ക് കുറച്ചുകൂടെ കൺവീനിയൻറ്റ്. കാരണം വേറെ എയർപോർട്ട് എവിടെയുള്ളതെന്ന് വെച്ചാൽ JFK ആണ്, ജോൺ എഫ് കെനഡി എയർപോർട്ട്. അവിടെ നിന്ന് കുറേ ട്രാഫിക് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മാൻഹാറ്റൻ ന്യൂയോർക്ക് സിറ്റിയിലോട്ടൊക്കെ പോകാൻ കുറേ നാളിന് ശേഷമാണ് ന്യൂയോർക്കിലോട്ട് വരുന്നത്. ഇനി അടുത്ത എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ഊബർ എടുത്തിട്ട് നമ്മൾ നിൽക്കുന്ന ഹോട്ടലിലോട്ട് പോകണമെന്നാണ് പ്ലാന്. കുറേ കാലം എയർപോർട്ടിൽ വന്നിട്ട്. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ ഞാൻ ഫസ്റ്റ് ലാൻഡ് ചെയ്ത് ഷിക്കാഗോയിലാണ്. പക്ഷേ ഷിക്കാഗോയിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ട് ഇങ്ങോട്ടാണ് വന്നത്, ഈ എയർപോർട്ടിലോട്ട്. അതൊന്നും ഓർമ്മയില്ല ഏത് ടെർമിനലാണെന്നോ. അന്ന് ഇൻ്റർനാഷണൽ അന്ന് ഡൊമസ്റ്റിക് ആയിരുന്നു ലാസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ ഒരു മെമ്മറി, ഒരു കണക്ഷനുള്ള ഒരു എയർപോർട്ടാണിത്. കുറച്ച് പഴയ എയർപോർട്ടാണ്, പക്ഷെ എനിക്കത് കുറേ ഇപ്പം ബിൽഡൊക്കെ ചെയ്തിട്ടുണ്ട്, കുറച്ച് റെനോവേറ്റ് ഒക്കെ ചെയ്ത്. ഞാനിപ്പോൾ എങ്ങോട്ട് നടക്കുന്നതെന്ന് ഞാൻ നോക്കിയില്ല, ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ബാഗേജ് ഒന്നുമില്ല. അപ്പോൾ നേരെ പോയി ഒരു ഊബറൊന്നും എടുത്താലും മതി. ഞാനിങ്ങനെ ആലോചിക്കട്ടെ എന്താണ് ഫസ്റ്റ് പ്ലാനും. ഓക്കെ, ഹലോ ഗൈസ്. ഞാനിപ്പോൾ എയർപോർട്ടിൻ്റെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. ഞാനൊരു ചെറിയൊരു പ്ലാൻ ചേഞ്ച് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഊബർ എടുത്തിട്ട് ഫസ്റ്റ് എന്തെങ്കിലും അങ്ങ് ഫുഡൊക്കെ കഴിച്ചിട്ടങ്ങ് പോകാൻ വിചാരിച്ചു. കാരണം നമ്മളിപ്പം ഹോട്ടലിൽ ചെല്ലുമ്പം പിന്നെ അവിടെ ചെന്ന് പിന്നെ ബാഗൊക്കെ വെച്ചിട്ട്, കാരണം എനിക്കധികം ബാഗൊന്നും ഇല്ല, ജസ്റ്റ് ഒരു ക്യാരി ഓൺ ബാഗേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റ് ഒരു അത്യാവശ്യം നല്ലൊരു കിട്ടുന്ന സ്ഥലമാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ സർപ്രൈസാണ്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ പറയാം ഏതാ റെസ്റ്റോറൻറ്റ്. അപ്പം ജസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്നാണ്. അപ്പം ഞാനിങ്ങനെ ഊബറിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. ഊബർ നല്ല ട്രാഫിക്കാണ്, കണ്ടില്ലേ? ഇവിടെ അത്യാവശ്യം വണ്ടികൾ ഇഷ്ടംപോലെയുണ്ട്. ഇവിടെ കുറച്ച് മെസ്സാണ്, ഇവിടുത്തെ ടിക്കറ്റ് ഏരിയയും എല്ലാം കൂടി കുറേ ആളുകളുണ്ട്. നമുക്ക് നോക്കാം. ഹലോ ഗൈസ്, ഇതില്ലേ നമ്മളിപ്പം ന്യൂയോർക്ക് സിറ്റിയിലോട്ട് ഇങ്ങനെ എൻട്രി ചെയ്യാൻ പോവാണ്. ഇപ്പം ഇതൊരു ടണലാണ്, ടണലെടുക്കാൻ പോവാണ്. ലിങ്കൺ ടണൽ എന്നാണ് പേര്. കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. നമ്മളിങ്ങനെ റൂട്ട് ഇങ്ങനെ തിരിഞ്ഞു പോവാണ് അങ്ങോട്ട്. ഇപ്പം ഞാനൊരു ടാക്സിയിലാണ്. ഞാൻ ഊബർ ട്രൈ ചെയ്തായിരുന്നു, പക്ഷെ ഭയങ്കരമായിട്ട് ഇതാണ് ഒരു ട്രാഫിക് ഡിലേ ഒക്കെ വന്നതുകൊണ്ട് ഫൈനലി ഞാനൊരു ടാക്സി എടുത്ത് പോവാണ്. നമ്മളിപ്പം എത്താറായി. ഞാൻ പറഞ്ഞില്ലേ ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു ടണൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ന്യൂയോർക്ക് സിറ്റിയിലോട്ട് നേരെ എൻ്റർ ചെയ്യുവാണ്. വലിയ അധികം ട്രാഫിക്കൊന്നുമില്ല, കേട്ടല്ലേ? ലെഫ്റ്റ് സൈഡിലൊന്നും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഈ ടണൽ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ ന്യൂയോർക്ക് സിറ്റിയിലോട്ട് നേരെ എൻ്റർ ചെയ്യുവാണ്, കേട്ടല്ലേ? അവിടെ ലിങ്കൺ ടണലിലിരിക്കുന്നു 495. In 1.2 miles, continue on State Route 495 East, Lincoln Tunnels, Toll. നമ്മുടെ അണ്ണൻ നല്ല സ്പീഡാണ്, നല്ല ഉഷാറായിട്ടാണ് പോകുന്നത്. ഇവിടുത്തെ ന്യൂയോർക്ക് സിറ്റിയിൽ ടാക്സി ഭയങ്കര കോമൺ ആണ്. നമ്മുടെ അവിടെയൊക്കെയാണ്, ഇപ്പം സാൻ ഫ്രാൻസിസ്കോ ഏരിയയിലാണ് നമ്മൾ ഈ ഊബർ, ലിഫ്റ്റ് അങ്ങനെ കൂടുതൽ ചെയ്യുന്നത്. ഇവിടെ എല്ലാം കോമൺലി നമ്മൾ എല്ലാവരും ടാക്സി ഏരിയയാണ് കൂടുതലും.
നമ്മുടെ നാട്ടിലൊക്കെ പോലെ നമ്മുടെ എവിടെയൊക്കെയാണ് ഇപ്പം ബാംഗ്ലൂരും ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഓട്ടോയൊക്കെ പോലെയല്ലേ അതേപോലെ ഒരു സംഭവമാണ് ഇവിടെ. ഇവിടെ കൂടുതൽ നമ്മുടെ ഇപ്പോൾ ഇമിഗ്രൻ്റ് ആൾക്കാരാണ് ടാക്സി ചെയ്യുന്നത്. ഇതല്ല നമ്മളിപ്പോൾ ടണലിലോട്ട് ഇങ്ങനെ എൻട്രി ചെയ്യാനുള്ളൊരു ഇതാണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ കുറേ കാലമായി ഇങ്ങോട്ട് ഈ ന്യൂയോർക്ക് സിറ്റിയിലോട്ട് വന്നിട്ട്. ഇപ്പോൾ സ്ഥലമൊന്നും വലിയ പിടിയില്ല ശരിക്കും പറഞ്ഞാൽ. ന്യൂയോർക്ക് സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കടലിലാണ് കിടക്കുന്നത്. പക്ഷേ ഒരു റിവർ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് മെയിൻ ലാൻഡുമായിട്ട്. ഹഡ്സൺ റിവർ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ ഹഡ്സൺ റിവറിൻ്റെ അടിയിൽ കൂടെ പോകുന്ന ഒരു ടണലാണിത്, ഈ ലിങ്കൺ ടണൽ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ ഹഡ്സൺ റിവറിൻ്റെ താഴെ കൂടെ പോയി. ഹഡ്സൺ റിവർ എന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തുള്ളൊരു വിട്ടുള്ളൊരു റിവറാണ്. അപ്പോൾ അതിങ്ങനെ കടലിലോട്ട് ഒന്ന് ജോയിൻ ചെയ്യുന്നൊരു സ്ഥലമാണ്. Continue on State Route ഇപ്പോൾ കണ്ടോ, അവിടെ കണ്ടോ 495 ന്യൂയോർക്ക് സിറ്റി ചില ബിൽഡിങ്ങുകളൊക്കെ കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. half a mile. Use the left road to State നമ്മൾ Route to Lincoln നല്ല Tunnel. താഴോട്ട് ഗൈസ്, ഇത് ഇപ്പം നമ്മൾ ലിങ്കൺ ടണലിലാണ് കേട്ടോ. ലിങ്കൺ ടണൽ കണ്ടില്ലേ, ഇതൊരു പഴയ ടണലാണ് ശരിക്കും പറഞ്ഞാലേ. ഭയങ്കര നാരോ ആണ് കണ്ടില്ലേ, സൈഡിലൊക്കെ കണ്ടില്ലേ ഇങ്ങനെ ഒരു ടൈൽസും അങ്ങനെ ഒട്ടിച്ച്. ഇതിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായൊരു റിവറാണ് പോകുന്നത് കേട്ടോ. നമ്മളിപ്പം ഇതിൽ അറിയുന്നില്ല. ഈസ്റ്റ് കോസ്റ്റിൽ കുറേ ഇങ്ങനത്തെ ടണലുകളുണ്ട്. നമ്മൾ ന്യൂയോർക്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. ബോസ്റ്റണിൽ പോയത് അവിടെ ടണൽസ് ഉണ്ട്. ഇതല്ല, ടണലിലൊക്കെ ആകെ 2 ലൈനേ ഉള്ളൂ. അത് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും. നല്ല ബ്ലോക്കൊക്കെ വരാൻ നല്ല സാധ്യതയുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ കണ്ടില്ല ഇങ്ങോട്ടൊക്കെ വണ്ടി വരുന്നത്. അങ്ങനെ ഇത് നേരെ വന്നിട്ട് ഇത് കയറി ചെല്ലുന്നത് അല്ലേ, ഇത് കയറി ചെല്ലുവാണ് അല്ലേ, ലിങ്കൺ ഡൗൺ ടൗൺ ആണ്. അപ്പം എക്സാക്ട്ലി ഏരിയ എനിക്കറിയില്ല. ഇതുപോലെ 40 സെക്കൻഡും നമ്മളിപ്പം പോകുന്ന എനിക്കൊന്ന് 12th അല്ല, ഇത് കണ്ടിന്യൂ ആണ് ടണൽ. ഇത് ഇടയ്ക്ക് എനിക്ക് തോന്നുന്നത് Use either lane ഒരു to stay to the left to സൈഡിലോട്ട് continue കയറിയേ on ഉള്ളൂ. 3rd Street. അല്ലല്ല, ടണലല്ല. Stay ഇത് to the right to എനിക്ക് തോന്നുന്നത് 31st Street. ഒരു മാനാറ്റൻ ഏരിയ എത്തി. മാനാറ്റൻ ഇതിപ്പം ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണുന്നത് ന്യൂയോർക്ക് സിറ്റീൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ നമ്മുടെ എംപയർ സ്റ്റേറ്റും അതൊക്കെയാണ് അവിടെ കാണുന്നത്. അതിപ്പോൾ നമ്മൾ വേറൊരു ഡയറക്ഷനിലോട്ട് പോയിട്ട് ടണലിലോട്ട് കയറുവാണ്. ഒരു കേർവി ആയിട്ട്